കർത്താവിൻ്റെ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ കർത്താവ് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമുക്ക് ഈ വർഷം നൽകി തന്ന തീമിനോടുള്ള ബന്ധത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. കഴിഞ്ഞ ആഴ്ച വൈൻഡപ്പ് ചെയ്തു ആ പ്രത്യേക ഭാഗം ഫിലിപ്പിയിലെ 3-ാം അധ്യായം. എന്നാൽ ആ 3-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം നാം സംസാരിച്ചപ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കി. സ്വന്തം പുനരുത്ഥാനം പ്രാപിക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ നാം ദൈനംതോറും അനുഭവിക്കണം. യേശുക്രിസ്തു പറഞ്ഞ് നമ്മുടെ ക്രൂശ് എടുത്ത് നാം ദിനംതോറും കർത്താവിനെ അനുഗമിക്കാമെന്നുള്ളത്. അപ്പോൾ കർത്താവിന് സ്വന്തം നമ്മുടെ അനുദിന ജീവിതത്തിൽ ക്രൂശ് എടുത്ത് ദൈവത്തെ അനുഗമിക്കണം. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിലെ ഫിസിക്കൽ, മെൻ്റൽ, സൈക്കോളജിക്കൽ പെയിൻ നാം ജീവിതത്തിൽ കർത്താവിൻ്റെ നാമനിമിത്തം അനുഭവിക്കുമ്പോൾ കർത്താവിൻ്റെ സ്തോത്രം, അത് യേശുക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിലെ നമ്മുടെ പങ്കാളിത്തമായി കർത്താവ് കരുതുകയും കർത്താവിൻ്റെ സ്തോത്രം നാം ക്രിസ്തീയ ജീവിതം എൻജോയ് ചെയ്ത് മുൻപോട്ട് കർത്താവ് കൃപയുകയും ചെയ്യുന്നു. കഷ്ടത എന്നുള്ളൊരു വലിയ വിഷയമാണ് ദൈവവചനത്തിൽ. അത് മുഴുവൻ സംസാരിക്കുവാനോ എല്ലാ ആസ്പെക്റ്റുകളും ഡീൽ ചെയ്യുവാനോ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെ ഒരു വലിയ വിശാലമായ ഒരു ബൈബിൾ സ്റ്റഡി അല്ലല്ലോ. എന്നാൽ അതിൻ്റെ ഒരു ആസ്പെക്റ്റ് നമുക്കറിയാം. ജീവിതത്തിൻ്റെ കഷ്ടതകളിലെ ഒരു പ്രത്യേക വിഷയമാണ് സിക്നസ്, രോഗം എന്നുള്ളത്. അപ്പോൾ അതുമാത്രം ഞാൻ ഡീൽ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. എന്തുകൊണ്ട് രോഗം ഉണ്ടാകുന്നു? ഒരു ദൈവത്തിൻ്റെ വചനത്തിൽ ജീവിതത്തിൽ രോഗം ഉണ്ടാകുമോ? എന്തുകൊണ്ട് രോഗം ഉണ്ടാകുന്നു? ഞാൻ ഈ മെസ്സേജ് തുടങ്ങുന്നതിന് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ഫുൾ മെസ്സേജ് കേൾക്കുകയും മാത്രം നിങ്ങൾ കേട്ടത് കൊണ്ടേ കാര്യമുള്ളൂ. ഇല്ലേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏതാണ്ട് 8 കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ദൈവാത്മാവിനെ വെളിപ്പെടുത്തി തന്ന, എനിക്ക് മനസ്സിലാക്കി തന്ന 8 കാരണങ്ങളാണ് പറയാൻ താല്പര്യപ്പെടുന്നത്. ഈ 8 കാരണങ്ങൾ കർത്താവിന് സ്തോത്രം. നിങ്ങൾ ഒരു കാരണം കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയും അതുകൊണ്ടാണ് രോഗം എന്ന് പറയും. അപ്പോൾ അത് തെറ്റായിത്തരും. എന്നെ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യും. ഈ 8 കാരണങ്ങൾ മാത്രമാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതും ഞാൻ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് പ്രകാശം തന്നതുമായ 8 റീസൺസ്. കർത്താവിന് സ്തോത്രം. ഞങ്ങൾ ജനറലി കഷ്ടത, എന്നാൽ സമയ ചുരുക്കത്താൽ രോഗത്തെ മാത്രം. എന്തുകൊണ്ട് നമുക്കറിയാം ദൈവത്തിൻ്റെ വചനത്തിൽ അനേക കാരണങ്ങൾ കാണുന്നു എന്തുകൊണ്ട് രോഗം കടന്നു വരുന്നു. ഞാൻ ഈ പറഞ്ഞത് രോഗത്തിൻ്റെ വിഷയമായതുകൊണ്ടല്ല. എന്നാൽ ദൈനംദിന ക്രിസ്തീയ ജീവിത യാത്രയിൽ കർത്താവിൻ്റെ സ്തോത്രം ക്രൂശ് എടുത്ത് നമ്മെ അനുഗമിക്കണം. ഒരു ക്രൂശ് നമ്മുടെ ജീവിതത്തിലെ രോഗം ആകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ രോഗത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അത് മൊത്തത്തിൽ മനസ്സിലാക്കിയാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നല്ലതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വിശദമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. കർത്താവിൻ്റെ സ്തോത്രം. ഒന്നാമത്തെ റീസൺ, വൈ സിക്നസ്, എന്തുകൊണ്ട് രോഗം ഉണ്ടാകുന്നു. കർത്താവിൻ്റെ സ്തോത്രം. ഞാൻ കർത്താവിൻ്റെ വചനത്തിൽ മനസ്സിലാക്കിയെടുത്തോളം കർത്താവിൻ്റെ ഒന്നാമത്തെ റീസൺ ഇതാണ്. ഇറ്റ്സ് എ നാച്ചുറൽ സിക്നസ്. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന രോഗങ്ങൾ. രോഗങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകും. എന്താണ് അതിൻ്റെ അർത്ഥം? സ്വാഭാവികമായിട്ട് പറയുമ്പോൾ അവർ ബോഡി ഈസ് എ ഫാളൻ ബോഡി and this body is prone to decay and sickness as long as we live here on this earth. This earth is a fallen earth. Our body is a fallen body. നമ്മുടെ ഈ ശരീരം സ്വന്തം പാപം നിറഞ്ഞ ശരീരമാണ്. ഈ ശരീരം മൺമയമാണ്. ഈ ശരീരത്തിൽ ഈ പാപം നിറഞ്ഞ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം ശ്രദ്ധിക്കൂ, നമ്മുടെ ശരീരം രോഗത്തിന് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ that is prone to sickness. നമ്മുടെ prone to decay. നമ്മുടെ ഈ ശരീരം കർത്താവിന് സ്തോത്രം ഇത് അഴുകുവാൻ സാധ്യതയുള്ളതാണ്. അത് മാത്രമല്ല അഴുകുന്ന ശരീരമാണ്. ഇത് അഴുകുന്നതാണ്, അതിനുവേണ്ടി ഉള്ളതാണ്. അത് കാരണം പാപം നിമിത്തം കടന്നു വന്നതാണ്. ചില വാക്യം നമുക്ക് വയ്ക്കാം. നമ്മുടെ ഈ ശരീരം കർത്താവിന്റെ സ്തോത്രത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നു. 2 Corinthians 5:1-2. ഞരങ്ങിക്കൊണ്ട് ഓക്കെ മതി. നമുക്കറിയാം ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു നമ്മുടെ ഈ ശരീരത്തെ കുറിച്ച് പറയുന്നത് ഇതൊരു ടെന്റാണ്, ഇതൊരു കൂടാരമാണ്. കൂടാരം മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം, ഒരു കൂടാരം ബിൽഡിംഗ് തമ്മിലുള്ള വ്യത്യാസം നമുക്കിവിടെ നമുക്ക് മനസ്സിലാകുമല്ലോ. ഇവിടെ കാരവൻസ് അല്ലെങ്കിൽ ടെന്റ് അടിക്കുന്നു, കാരവൻസ് വരുന്നു, അതൊരു ടെമ്പററി ആണ്. നമുക്ക് ഇവിടെ പെർമനന്റ് ആയിട്ട് കാരവൻസിൽ താമസിക്കുന്നവരുണ്ട്. താമസിക്കുന്നു ടെന്റ് ക്യാമ്പ് അടിച്ച് താൽക്കാലികമായി. അപ്പൊ ഇവിടെ തൽക്കാലത്തേക്ക് വസിക്കുവാനുള്ള ഒരു ടെന്റാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. അപ്പൊ ഈ ടെന്റിൽ, ഈ കൂടാരത്തിൽ നാം എങ്ങനെയാണ് വസിക്കുന്നത്?
കർത്താവിന്റെ സ്വന്തം അപ്പോസ്തലനായ പൗലോസോട് ഞരങ്ങിക്കൊണ്ടാണ് വസിക്കുന്നത്. അപ്പം ഈ കൂടാരത്തിൽ ഇരിക്കുമ്പോഴും ഇതിനകത്ത് നിന്ന് ഞരക്കം ഇവിടുന്ന് പോകാതെ വണ്ണം, ഇവിടുന്ന് പറക്കാതെ വണ്ണം ഈ കൂടാരത്തിൽ നിന്ന് മൂവ് ചെയ്യാത്തിടത്തോളം ഞരക്കമുണ്ട് നമുക്ക്. അപ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നിടത്തോളം ഞരക്കം ജീവിതത്തിന്റെ ഒരു പാർട്ടാണ്. സ്വന്തം കഷ്ടത, രോഗം ജീവിതത്തിന്റെ ഒരു പാർട്ടാണ്. ഇതൊരു കൂടാരമാകിയാൽ ഇവിടെ ഞരങ്ങിക്കൊണ്ട് താമസിക്കണം. കർത്താവ് ഇതൊരു കൂടാരമാകിയാൽ, ഇത് എർത്തലി സ്വന്തം ആയിരിക്കാൻ, ഭൗമികമായിരിക്കാൻ, ഈ ഭൂമിക്ക് വീണ്ടെടുപ്പ് സാധിക്കാത്തതിനാൽ, ഇത് ശാപഗ്രസ്തമായ ഭൂമിയാകിയാൽ, ആദമിക പാപനിമിത്തം ദൈവത്തിന്റെ കോപത്തിന്റെ അഗ്നി ഈ ഭൂമിയുടെ മേൽ വന്നപ്പോൾ, ഈ ഭൂമി പാപത്തിന് മാത്രമല്ല ശാപത്തിനും അടിമയായാൽ, ഈ ശാപം നിറഞ്ഞ ശാപഗ്രസ്തമായ ഈ ഭൂമിയിൽ പാപം നിറഞ്ഞ ശരീരത്തിൽ ജീവിക്കുന്നിടത്തോളം ഞരങ്ങിക്കൊണ്ടാണ് ദൈവത്തിന്റെ മതിൽ ജീവിക്കുന്നത്. ഹല്ലേലൂയ, കർത്താവിന്റെ സ്തോത്രം. ഇവിടെ ഞരങ്ങിക്കൊണ്ടല്ല, ഇവിടെ എനിക്കെല്ലാം പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കുന്ന സ്വത്രം ഒരു ദൈവത്തിന്റെ പൈതലാണോ എന്ന് ഞാൻ സംശയിക്കേണ്ടിയിരിക്കുന്നു. അവൻ ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം അവന്റെ ശരീരത്തിൽ ഹല്ലേലൂയ വേദനയുണ്ട്. അവന്റെ ശരീരത്തിൽ സ്വാഭാവികമായിട്ടും ഈ ഭൗമിക ശരീരത്തിൽ രോഗമുണ്ടാകാം, കഷ്ടമുണ്ടാകാം, ദുഃഖമുണ്ടാകാം. കർത്താവിന്റെ സ്തോത്രം. ഇത് ഭൗമിക ശരീരമാണ്, ഒരു ജന്റാണ്. കർത്താവിന്റെ സ്തോത്രം. മറ്റൊരു പദം, ഞാൻ പദങ്ങളാണ് പറയാൻ താല്പര്യപ്പെടുന്നത്. പൗലോസിന്റെ പദങ്ങൾ ഫിലിപ്പി ലേഖനം 3:23. ഇംഗ്ലീഷിൽ phrase, he will transform our lowly body. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നു താഴ്ചയുള്ള ശരീരം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു നമ്മുടെ താഴ്ചയുള്ള ശരീരമാണ് ഇപ്പോൾ നമുക്കുള്ളത്. പക്ഷെ ഈ ശരീരം രൂപാന്തരപ്പെട്ട് ഒരു മഹത്വമേറിയ ശരീരം നമുക്ക് കിട്ടും. അതിനുവേണ്ടിയാണ് നാം കാത്തിരിക്കുന്നത്. കർത്താവിന്റെ സ്തോത്രം. അപ്പോൾ ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ നല്ലതാണ്. താഴ്ചയുള്ള ശരീരം എന്ന് പറയുമ്പോൾ നമ്മൾ അതത്രയും അർത്ഥം ക്ലിയർ അല്ല. അപ്പം പൊക്കത്തിലൊരു ശരീരമുണ്ട്, താഴ്ചയുള്ള ശരീരം, ലോലി ബോഡി. നമുക്കറിയാം ഹയർ ഫോംസ് ഉണ്ട്, എല്ലാത്തിനും ഹയർ ഫോംസ് ഉണ്ട്. ആരാധനയ്ക്ക് ഹയർ ഫോംസ് ഓഫ് ആരാധനയുണ്ട്, ലോവർ ഫോംസ് ഓഫ് ആരാധനയുണ്ട്. അപ്പം സ്തോത്രം നമുക്കറിയാം, നമ്മൾ പറയാം ഹയർ ലെവൽസ് ഓഫ് തിയോളജി, ലോവർ ലെവൽ. കർത്താവിന്റെ സ്തോത്രം. ഫിലോസഫി ഹയർ ലെവൽ ആൻഡ് ലോവർ ലെവൽ. കർത്താവിന്റെ സ്തോത്രം. അപ്പൊ ഇവിടെ ലോവർ ബോഡിയാണ് നമുക്കിപ്പോൾ ഉള്ളത്. നമ്മുടെ ഈ ബോഡി താഴ്ചയുള്ള ബോഡിയാണ്, ഒരു ലോലി ബോഡിയാണ്. ഈ ശരീരത്തിൽ നാം ഇരിക്കുന്നിടത്തോളം കാലം രോഗമുണ്ടാകുവാൻ സാധ്യതയുണ്ട്. കർത്താവ് അപ്പൊ മറന്നു പോകരുത്. സ്വാഭാവികമായിട്ടും ഈ ശരീരത്തിൽ നാം ഇരിക്കുന്നിടത്തോളം ഇത് ഹല്ലേലൂയ ഈ മണ്ണിൽ നിന്ന് എടുത്തിരിക്കാൻ, ഈ കർത്താവിന്റെ സ്തോത്രം, ഈ മണ്ണിൽ ജീവിക്കുന്നത് പാപം നിറഞ്ഞ ശാപഗ്രസ്തമായ ഭൂമിയായാൽ ഇവിടെ നമുക്ക് രോഗമുണ്ടാകാം. ഇതൊരു താഴ്ചയുള്ള ശരീരമാണ്. അപ്പോസ്തലനായ പൗലോസ് ഫസ്റ്റ് കൊരിന്ത്യൻ പറഞ്ഞിരിക്കുന്നു, 1 Corinthians 15:42-43. അവിടെ രണ്ട് പദങ്ങൾ ഞാൻ പ്രത്യേകം എടുക്കട്ടെ. ഒന്ന് ആദ്യം പറഞ്ഞത് ദ്രവത്വത്തിൽ വിതയ്ക്കുന്നു, അദ്രവത്വത്തിൽ ഉയർത്തുന്നു, ബലഹീനതയിൽ വിതയ്ക്കുന്നു, ശക്തിയിൽ ഉയർത്തുന്നു. രണ്ട്, ഈ ശരീരം എന്തെന്നറിയാമോ? ഇത് പെരിഷബിൾ ബോഡിയാണ്. Our body on this earth is perishable, that is weak. ബലഹീനവും ദ്രവത്വമുള്ളതാണ് എന്ന് പറഞ്ഞാൽ ദ്രവിക്കുന്നതാണ്. ആരെങ്കിലും വിചാരിക്കുകയാണ് എന്റെ ബോഡി ടിപ്പിക്കൽ ബോഡിയാണ്, ഇതൊരു സ്പെഷ്യൽ ബോഡിയാണ്. സഹോദര സഹോദരി, ഇവിടെ ഇരിക്കുമ്പോഴാണ് ഈ മുടിക്ക് വിലയുള്ളത്, ഇവിടെ ഇരിക്കുമ്പോഴാണ് ഈ കറുത്ത സാധനത്തിന് വിലയുള്ളത്. കർത്താവിന്റെ സ്തോത്രം. ഇതെല്ലാം ദ്രവിക്കുന്നതാണ് സഹോദരിമാരെ, സഹോദരന്മാരെ. അതുകൊണ്ടാണ് പല പ്രാവശ്യം ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നില്ലേ, അപ്പോസ്തലനായ പത്രോസും പൗലോസും ഒക്കെ പറയുന്നു, സ്തോത്രം, നമ്മൾ അലങ്കരിക്കേണ്ടത് ദ്രവിക്കുന്നതിനെ അല്ല, വിനയോ ദ്രവിക്കാത്ത ഒന്ന് അകത്തുള്ളതിനാൽ അതിനെ അലങ്കരിക്കണം. അതിനെ അലങ്കരിക്കുന്നത് മാലയിട്ടല്ല, അതിനെ അലങ്കരിക്കുന്നത് കമ്മലിട്ടല്ല, അതിനെ അലങ്കരിക്കുന്നത് പൂവിട്ടല്ല, അതിനെ അലങ്കരിക്കുന്നത് സെന്നിട്ടല്ല, പിന്നെയോ അതിനെ അലങ്കരിക്കുന്നത് സൗമ്യത കൊണ്ട്, അതിനെ അലങ്കരിക്കുന്നത് ക്ഷമ കൊണ്ട്, അതിനെ അലങ്കരിക്കേണ്ടത് സ്നേഹം കൊണ്ട്, അതിനെ അലങ്കരിക്കേണ്ടത് സഹിഷ്ണുത കൊണ്ട്. ഹല്ലേലൂയ. അകത്തെ മനുഷ്യനെ
ഇത് ദ്രവിക്കുന്നതാണെന്നുള്ള വസ്തുതയിൽ വെച്ച് മാത്രമേ ഒരു യഥാർത്ഥ ദൈവത്തിന്റെ വയൽ അലങ്കരിക്കാവൂ. അവനെ യഥാർത്ഥ ദൈവത്തിന്റെ വയൽ സ്വന്തം ഒരു പ്രധാന സഹോദരൻ, ഒരു സഹോദരി ഈ ശരീരത്തെ അലങ്കരിക്കേണ്ടതല്ല, അലങ്കരിക്കുമ്പോൾ ഇത് ദ്രവിക്കും. എന്നാൽ എനിക്ക് അലങ്കരിക്കേണ്ടത് ദ്രവിക്കാത്തതിനെയാണ്. ആ കണ്ണ് തുറക്കപ്പെടുന്നത് ചിലർക്ക് മാത്രമേ ഉള്ളൂ. ആ സത്യം ചിലർക്ക് മാത്രമേ ഗ്രഹിക്കുവാൻ മനസ്സിലാകത്തുള്ളൂ. ഈ പോലക്കാലം എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ആ സത്യം നിങ്ങൾ ഗ്രഹിച്ചെങ്കിൽ നിങ്ങൾ ഭാഗവതിയാണ് സഹോദരി, നിങ്ങൾ ഭാഗ്യവാനാണ് സഹോദരൻ. ഞാൻ അലങ്കരിക്കുന്നത് എനിക്കൊരു പേടിയില്ല പറയുമ്പോൾ. കാരണം സ്വന്തം ഇപ്പം മരിക്കുവാണെങ്കിലും എനിക്ക് പേടിയില്ല, മരണത്തെ പേടിയില്ല. യാതൊരു പണ്ട് വിചാരിച്ചു, പക്ഷെ ഇപ്പൊ ഇല്ല. കർത്താവ് സ്വന്തം. See, I know that one thing is sure, that I am not for this world. I am not for this nation. I am not for any nation. I am for the nation to come. വരുവാനിരിക്കുന്ന നേഷനുള്ളവരാണ് കർത്താവ് സ്വന്തം. അപ്പോൾ ഞാൻ പറയാം, ആ പ്രത്യാശയാണ് നമ്മുടെ അകത്തെ മനുഷ്യരെ ദ്രവിക്കാത്തതിനെ അലങ്കരിക്കുവാൻ, ദ്രവിക്കാത്തതിനെ സൂക്ഷിക്കുവാൻ. Perishable and weak body, but we have an imperishable and strong, hallelujah, something inside. അപ്പോൾ ഉള്ളിലുള്ള നശിക്കാത്തതിനെ അലങ്കരിക്കുവാൻ സൂക്ഷിക്കാത്ത അവസരമായിട്ട് ഒരു വാക്ക് കൂടി. റോമാലേഖനം 8:23, 8:23, Romans 8:23-25. Okay. കാണുന്ന പ്രത്യാശയല്ല പ്രത്യാശ. പിന്നെ നാം കാത്തിരിക്കുന്നത് കാണാത്തതിനെയാണ്. അവിടെ ഒരു പദം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുന്നു. അതിന് ഉറപ്പെന്താണ്? അതിനുള്ള ഗ്യാരണ്ടി എന്താണ്? അതിന്റെ ഗ്യാരണ്ടി നമ്മുടെ ഉള്ളിൽ ആര് വസിക്കുന്നു? ദൈവത്തിന്റെ ആത്മാവ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ ഗ്യാരണ്ടിയാണ്. നമ്മൾ പറയത്തില്ലേ 5 വർഷത്തെ ഗ്യാരണ്ടി. ഇത് 5 വർഷത്തെ ഗ്യാരണ്ടി ഒന്നുമല്ല, 50 വർഷത്തെ ഗ്യാരണ്ടി അല്ല, 5000 കോടി വർഷത്തെ ഗ്യാരണ്ടി അല്ല. സ്വത്രം യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട യേശു ക്രിസ്തുവുമായിട്ട് ചേർന്ന് വസിക്കുന്ന ഒരു ദൈവത്തിന്റെ വൈദ്യുതി, ദൈവത്തിന്റെ ആത്മാവിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഗ്യാരണ്ടി 80 വർഷത്തിലെ പിന്നെയോ അനന്തമായി ദൈവം എന്നുവരെയും ഉണ്ടോ അന്നുവരെയും അതാണ് ഗ്യാരണ്ടി. As long as God is, you are guaranteed, your life is guaranteed if you are a redeemed child of God. ഇത് വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ വൈദ്യുതി, ദൈവം ഉള്ളിടത്തോളം നിനക്ക് ഗ്യാരണ്ടിയാണ്. എന്നാൽ ഇതിന് ഗ്യാരണ്ടി പറയാനുണ്ടാകോ? 1 മണിക്കൂർ നിങ്ങൾ ഈ ശരീരത്തിന് ഗ്യാരണ്ടി പറയാൻ ആരും കൊടുക്കും. 1 മണിക്കൂർ ഗ്യാരണ്ടി പറയാറുണ്ട്. ഈ അത്രയും ധൈര്യപ്പെടല്ലേ? സോറി. അപ്പൊ ഗ്യാരണ്ടി നമ്മുടെ ഈ ശരീരത്തിനില്ല. ഈ ശരീരത്തിന് 1 മിനിറ്റ് പോലും ഗ്യാരണ്ടി ഇല്ല. 60 സെക്കൻഡ് ഗ്യാരണ്ടി ഇല്ല. ഹല്ലേലൂയ. 1 സെക്കൻഡ് ഗ്യാരണ്ടി ഇല്ല. നാനോ സെക്കൻഡിനുള്ളിൽ തീരാനുള്ളതേ ഉള്ളൂ. എന്നാൽ ഗ്യാരണ്ടി ഉണ്ട്. എന്തിനാണെന്ന് അറിയാം? അകത്തെ മനുഷ്യന്റെ ഗ്യാരണ്ടിയുടെ പ്രത്യേകത ആത്മാവസിക്കുന്നതിനാണ്. ആത്മാവുള്ളിലുള്ളവന് ഗ്യാരണ്ടി എറ്റേണലാണ്, ദൈവമുള്ളിടത്തോളം കാലം. അപ്പം അതാണ് പൗലോസ് പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതിനാൽ സ്വന്തം നിങ്ങൾ കാത്തിരിക്കുന്നു. എന്തിനു വേണ്ടി? ഈ ആത്മാവിന്റെ വീണ്ടെടുപ്പ് സംഭവിച്ചു. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ വസിച്ച് കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ദൈവത്തിന്റെ വൈദ്യുതി ഉള്ളിൽ സ്വന്തം വീണ്ടെടുപ്പ്, സ്വന്തം ആത്മാവിന്റെ വീണ്ടെടുപ്പ് സാധിച്ചു. എന്നാൽ മനുഷ്യൻ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കാഞ്ഞതിനാൽ ഈ ശരീരത്തിന് പറയുന്നത് വീണ്ടെടുക്കപ്പെടാത്ത ശരീരം, unredeemed body, the body that is not redeemed. As long as we live here, live in our unredeemed body, we are prone to sickness, we are prone to decay. നമ്മുടെ ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് പ്രാപിക്കാത്തിടത്തോളം കാലം കർത്താവിന്റെ സ്തോത്രം, നമ്മുടെ ഈ ശരീരത്തിൽ രോഗമുണ്ടാകും. സ്വാഭാവികമായിട്ടും രോഗമുണ്ടാകും. കർത്താവിന്റെ സ്തോത്രം. അപ്പോൾ അത് മാത്രമല്ല, ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. നമ്മൾ മാത്രമല്ല, നമ്മുടെ കർത്താവ്, നാം അനുഗമിക്കുന്ന നമ്മുടെ അരിമനാഥൻ, നമ്മുടെ പ്രാണനാഥൻ, നമ്മുടെ ആത്മമിത്രം, നമ്മുടെ ആത്മമണവോളൻ, ഞാൻ നിന്നെ വേടിയടിക്കാമെന്ന് വർഷങ്ങൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് നിനക്ക് കൈ തന്നതിനോട് വാക്കു പറഞ്ഞവൻ, അവനും രോഗം ശീലിച്ചവനായിരുന്നു. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത, രോഗങ്ങളിൽ ആശ്വസിക്കാൻ പറ്റിയത് സ്വന്തം
സഹായമല്ല, ഒരു പാസ്റ്ററുടെ പ്രാർത്ഥനയല്ല, ഭാര്യയുടെ ഭർത്താവിന്റെ പ്രാർത്ഥനയല്ല. സ്വന്തം യഥാർത്ഥ ദൈവത്തിന്റെ വൈകല്യം അവൻ രോഗിയായി തീരുമ്പോൾ അവൻ ആശ്വസിക്കുവാൻ പറ്റിയ ഏറ്റവും വലിയ ആശ്വാസം എവിടെ നൽകിട്ടെന്നറിയാമോ? എന്റെ അരിമനാഥൻ രോഗം ശീലിച്ചവനാണ് എന്നുള്ള ചിന്തയാണ് ഒരു ദൈവത്തിന്റെ വൈകല്യം രോഗിയാകുമ്പോൾ ആശ്വസിക്കുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാവുന്ന വാക്യമാണെങ്കിൽ ഒന്ന് വായിക്കാം. 53:3 യെശയ്യാ പ്രവചനം 53:3. രോഗം ശീലിച്ചവനായി ഇരുന്നു കർത്താവിന് സ്തോത്രം. നമ്മുടെ കർത്താവിനെ കുറിച്ചാണല്ലോ അത് പറയുന്നത്. യെശയ്യാ പ്രവാചകൻ പ്രവചനാത്മാവിൽ യേശുവിന്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുമ്പോഴും പ്രവചനാത്മാവിൽ പറയുകയാണ് കർത്താവിന് സ്തോത്രം കണ്ടുകൊണ്ട് നമ്മുടെ കർത്താവ് രോഗം ശീലിച്ചവനായിരുന്നു എന്ന്. അപ്പോൾ കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ രോഗിയായി ഭാരപ്പെടുന്നുണ്ട്, ഇത് വളരെക്കാലം സ്തോത്രം നിനക്ക് ഏറ്റവും ആശ്വാസം ലഭിക്കുന്നത് നിന്റെ അരിമനാഥൻ, നിന്റെ പ്രാണനാഥൻ നിനക്ക് വേലി കഴിക്കാമെന്ന്, നിന്നെ വിവാഹം ചെയ്യാമെന്ന് നിന്നോട് വാക്കു പറഞ്ഞ, നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന അരിമനാഥൻ രോഗം ശീലിച്ചവനായിരുന്നുള്ള വസ്തുതയാണ് നിനക്ക് ആശ്വാസം പ്രാപിക്കുവാനുള്ള ഏറ്റവും വലിയ ഹല്ലേലൂയ സോഴ്സ് എന്ന് പറയുന്നത്. കർത്താവിന്റെ സ്തോത്രം. കർത്താവ് രോഗം ശീലിച്ചതായിരുന്നു. കർത്താവിന്റെ സ്തോത്രം. ഇനി പോയിന്റിലേക്ക് മടങ്ങി വരുമ്പോൾ സ്വാഭാവികമായിട്ടും രോഗമുണ്ടാകും. അപ്പോൾ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അപ്പൊ നമ്മുടെ സ്വാഭാവികം എന്ന് പറയുന്നത് നമ്മുടെ കെയർലെസ്നെസ് കൊണ്ട് എന്തോ ഉണ്ടാകാം, രോഗം ഉണ്ടാകാം. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വം വളരെ സൂക്ഷിക്കണം. We have been given with an awesome responsibility. സഹോദരിമാരെ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞത് അലങ്കരിക്കാവുന്ന വിഷയമാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ നമ്മുടെ ഈ ശരീരത്തെ കെയർ ചെയ്യുക നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്തുകൊണ്ട് ഇതിനെ കെയർ ചെയ്യണം? കാരണം ഇതിന്റെ ഉള്ളിൽ വസിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ദൈവത്തിന്റെ മന്ദിരം ആണ് നമ്മുടെ ശരീരം. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതിനാൽ നമ്മൾ ഈ ശരീരത്തിൽ ടേക്ക് കെയർ ചെയ്യണം. മറന്നു പോകുന്നത് കർത്താവിന്റെ സ്തോത്രം. 1 കൊരിന്ത്യർ 3:16-17 വാക്യങ്ങൾ വായിക്കാം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അടുത്തൊരു വാക്യം ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവരെ ആര് നശിപ്പിക്കും? അപ്പോൾ ഈ ശരീരത്തെ നശിപ്പിക്കുവാൻ ആർക്ക് അവകാശമില്ല? നമുക്ക് അവകാശമില്ല. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരു വ്യക്തിക്കും എന്ത് പ്രശ്നമുണ്ടായാലും അവന്റെ ജീവനെ അവസാനിപ്പിക്കുവാൻ അവൻ അധികാരമില്ല. ജീവനെ തന്നവന് മാത്രമേ ജീവനെ എടുക്കുവാൻ അധികാരമുള്ളൂ. ഞാൻ എന്റെ ജീവന്റെ മാനിക്കാണ് എന്ന് പറഞ്ഞ് എന്റെ ശരീരത്തെ നശിപ്പിക്കുവാൻ എനിക്ക് അവകാശമില്ല. കാരണം എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു. മാത്രമല്ല, എനിക്ക് ജീവൻ തന്നവന് മാത്രമേ അത് എടുക്കുവാൻ അവകാശമുള്ളൂ. അതുകൊണ്ട് ദൈവത്തിന്റെ പൈതൽ ഒരിക്കലും ജീവൻ സ്വയം എടുക്കുവാൻ കഴിയത്തില്ല. എടുക്കുവാൻ ശ്രമിക്കുകയും ചെയ്തത് സിമ്പിളായിട്ട് മനസ്സിലാക്കുന്ന ഭാഷ പറഞ്ഞാൽ സൂയിസൈഡ്, ആത്മഹത്യ ഒരു ദൈവത്തിന്റെ പൈതൽ ജീവൻ പറ്റത്തില്ല. കാരണം ദൈവത്തിന് മാത്രമേ, ഈ ജീവൻ തന്നവന് മാത്രമേ ജീവൻ എടുക്കുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എന്റെ ശരീരത്തെ നശിപ്പിച്ചാൽ, എന്റെ ആത്മാവ് വസിക്കുന്ന ഈ ശരീരത്തെ നശിപ്പിച്ചാൽ ഞാൻ അവനെ നശിപ്പിക്കും. അതിന്റെ അർത്ഥം എന്താണ്? ഇവിടുത്തെ ഒരു മരണമല്ല, പിന്നെയോ നിത്യമരണം. കർത്താവ് പറയാണ് നിത്യമായ സ്വന്തം മരണം കർത്താവിന്റെ സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ ദാനമാണ്, ദൈവത്തിന്റെ മന്ദിരമാണ് നമ്മുടെ ശരീരം. കർത്താവിന്റെ സ്തോത്രം. ഒരു വാക്യം കൂടെ 6-ാം അധ്യായം, സെയിം ബുക്ക്, 1 Corinthians 6:19-20. അതെ, സെയിം തന്നെ ഒരു വിധത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാണ് നമ്മുടെ ശരീരം. അതുകൊണ്ട് ഈ ശരീരം നമ്മുടെ വക അല്ല, നമ്മുടെ സ്വന്തമല്ല. എന്റെ ശരീരം ദൈവത്തിന്റെ വകയാണ്. ഞാനല്ല അതിന്റെ ഉടമസ്ഥൻ. കർത്താവിന്റെ സ്തോത്രം. ദൈവത്തിന്റെ വകയാണ്. എന്താണ് ഈ ശരീരം ചെയ്യുന്നത്? ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉള്ളതിനാൽ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. നമ്മുടെ ഉള്ളിലുള്ള ജീവനെ കാത്തു സൂക്ഷിക്കുന്ന ഉത്തരവാദിത്തമാണ് ആർക്കുള്ളത്? ശരീരത്തിനുള്ളത്. നിങ്ങൾക്കറിയാമല്ലോ, മൊബൈൽ. ഈ മൊബൈലിന്റെ കവർ പോലെ ഉള്ളൊരു സാധനമാണ് നമ്മുടെ ശരീരം. ഇതിനാണ് ഇത് ആര് ഇത് മനസ്സിലാക്കുവോ അവരക്ഷോട് അതാ പറഞ്ഞ ആത്മീയ കഥകൾ തുറന്നു പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ കവറിന് 250 പൗണ്ട് വിലയുള്ള ഒരു മൊബൈൽ, നിങ്ങൾ അതിന്
500 പൗണ്ടുള്ള ഒരു കവർ പോകും. മൊബൈലിനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്, മിനിക്ക് സൂക്ഷിക്കുന്നത്, അതോ കവറിനെയാണ്? ഞാൻ ഇനി സൂക്ഷിച്ച് നോക്കണം. ഞാൻ മിക്കവരും കാണാറുണ്ട് ഈ കവറുള്ള മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ തൂക്കുന്നുണ്ട്. എന്താ, അയ്യോ ഇതിനകത്തൊരു പൊടി പോലും നോക്ക്. പക്ഷെ തിരിച്ചു കണ്ടിട്ടില്ല, കവറോട് തൂക്കുന്നത് കണ്ടിട്ടില്ല. ഇതാണ് സ്വന്തം. കാരണം ഇതിനകത്തിരിക്കുന്നതാണ് ഇമ്പോർട്ടൻ്റ്. അതിനാണ് വില. അതിന്റെ വിലയാണ് ഈ കവറിന്റെ വില. ഇത് പോകുന്നിടത്തോളം കവർ പോയി. സ്വന്തം ഈ കവറ്, ഈ മൊബൈല് നഷ്ടപ്പെട്ടാൽ കവർ കഴിഞ്ഞു. ഈ കവറിന് വില വരുന്നത് ഇതിനകത്തുള്ള മൊബൈലാണ്. ഈ കവറിന് വില വരുന്നത്. നിനക്ക് വില വരുന്നത് നീ നിമിത്തമല്ല, നിന്റെ കർത്താവ് നിമിത്തമാണ്. നിന്നെ ആരെങ്കിലും ആദരിക്കുന്നുവെങ്കിൽ, നിന്നെ ആരെങ്കിലും ബഹുമാനിക്കുന്നുവെങ്കിൽ, കവറെ കവറെ ചവറെ, നിന്നെ ആരെങ്കിലും ആദരിക്കുന്നെങ്കിൽ നീ എന്റെ പോക്കറ്റിൽ വരുവാൻ യോഗ്യനല്ല. ചവറെ കവറെ, പക്ഷേ എന്റെ പോക്കറ്റിൽ നീ വന്നതിന്റെ ഏക കാരണം ഈ മൊബൈലാണ്. നിനക്ക് ലഭിക്കുന്ന ആദരവുകൾക്ക്, നിനക്ക് ലഭിക്കുന്ന സമ്മാനങ്ങൾക്ക്, നിനക്ക് ലഭിക്കുന്ന ഹല്ലേലൂയ സമ്മതികൾക്ക്, നിനക്ക് ലഭിക്കുന്ന ബഹുമാനത്തിന് ഏക കാരണം നിന്റെ ഉള്ളിൽ ഒരുവൻ വസിക്കുന്നത്. നിന്റെ ഉള്ളിൽ ഒരുവൻ വസിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാണ്. അതിന് സ്വന്തം എക്സ്ട്രാ കെയർ ഒന്നും കൊടുക്കണം. പക്ഷെ കെയർ കൊടുക്കണം. നീ ഈ കവറിന് കെയർ കൊടുക്കുന്നത് അത് മനസ്സിലാക്കണം. എന്തിനാ കവർ കൊടുക്കുന്നത്? കെയർ കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ കവർ കീറിക്കളയുവാണ്. പക്ഷെ ഈ കവറിനെ എന്തിനാ നിങ്ങൾ സൂക്ഷിക്കുന്നത്? നിങ്ങൾ ഈ കവറിനെ സൂക്ഷിക്കുന്നത് എന്തിന്? ഇതിനുള്ളിലുള്ള മൊബൈൽ മൊത്തം, ഇതിനുള്ളിലുള്ള സ്വന്തം ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെയും വില അറിയുമ്പോൾ ദൈവത്തിന്റെ മന്ദിരമായാൽ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന എന്റെ ഉത്തരവാദിത്വമാണ്. ഈ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ ഇതിനുള്ളിലുള്ള ദൈവത്തിന്റെ ആത്മാവ് നിമിത്തമാണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഈ ശരീരത്തെ കെയർ ചെയ്യാനുള്ളത്. അപ്പൊ സ്വാഭാവികമായി അസുഖങ്ങൾ വരാതിരിക്കാൻ സൂക്ഷിക്കണം. ചില കാര്യങ്ങൾ പറയപ്പെടുന്നതാണ് സ്വന്തം ഉദാഹരണങ്ങളോട് മനസ്സിലാക്കാം. സ്വാഭാവികമായിട്ട് രോഗങ്ങൾ കടന്നു വരുന്ന കർത്താവിന്റെ സ്വന്തം. അപ്പൊ സ്വാഭാവികമായിട്ട് വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും വിഷയങ്ങളിൽ രോഗം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് അറിയുവാണെങ്കിൽ എന്തോ ചെയ്യണം? ദൈവം തന്നിരിക്കുന്ന ബുദ്ധി നമ്മൾ ഉപയോഗിക്കണം. ചിലത് പറയും, ഇടയ്ക്ക് ഒരു കാര്യങ്ങളെ പറയും. ചിലർ പറയും ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയും അതുകൊണ്ട് ബുദ്ധി ഉപയോഗിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവും ദൈവം തന്നിരിക്കുന്ന ബുദ്ധി ഉപയോഗിക്കണം. ആരാ ബുദ്ധി ഉപയോഗിക്കാത്തതെന്ന് അറിയാമോ? ബുദ്ധി ഉപയോഗിക്കാത്തവരാ. എന്റെ ബുദ്ധി എന്റെ സ്വന്തമാണെന്ന് വിചാരിക്കുന്നവർ. എന്റെ ബുദ്ധി പോലും ദൈവത്തിന്റെ ദാനമാണ്. ആ ബുദ്ധി എനിക്ക് തന്നതും ദൈവിക പർപ്പസിനാണ് എന്ന് വിശ്വസിക്കുന്നവൻ ദൈവം തന്ന ബുദ്ധി ദൈവികമായിട്ട് ഉപയോഗിക്കുന്നു. ചിന്തിപ്പാൻ കഴിവ് തന്നല്ലോ, ആലോചിപ്പാൻ കഴിവ് തന്നല്ലോ കർത്താവെ, വായിക്കുവാനും ഗ്രഹിപ്പാനും കൃപ തന്നല്ലോ. സ്വന്തം യഥാർത്ഥ ദൈവത്തിന്റെ വൈകൽ ദൈവം നൽകിയതായ എല്ലാ ദാനങ്ങളെയും കർത്താവിനെ സ്തുതിക്കണം. കർത്താവിന്റെ സ്തോത്രം. അപ്പോ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ബുദ്ധി നാം ഉപയോഗിക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥമാണ്. അപ്പൊ നമ്മുടെ പിള്ളേരുടെ പെണ്ണല്ലേ എന്നോട്. ഇപ്പോഴത്തെ കൂടുതൽ പിള്ളേരും ഞാൻ അവരെ വിളിക്കുന്നത് മോസ്റ്റ് ചിൽഡ്രൻ ആർ ക്രിസ്പി ചിൽഡ്രൻ, കിഡ്സ്, ക്രിസ്പി കിഡ്സ് ആൻഡ് ചോക്ലേറ്റ് യങ്സ്റ്റേഴ്സ്. ദാറ്റ്സ് വാട്ട് വി ഹാവ്. അപ്പൊ അവർക്ക് ആകെ വേണ്ടി എന്താണ്? ക്രിസ്പ്. ആകെ വേണ്ടത് ചോക്ലേറ്റ്. ശ്രദ്ധിക്കൂ, ക്രിസ്പ് മാത്രം ഇഷ്ടപ്പെടുന്ന കുഞ്ഞിന്, വെജിറ്റബിൾ കഴിക്കാത്ത കുഞ്ഞിന് അലർജിക്ക് ആകാതിരുന്നാലേ ദൈവത്തെ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറയുന്നത് വെജിറ്റബിൾ കഴിച്ചില്ലെങ്കിൽ അലർജിക്കാകുമെങ്കിൽ സ്വന്തം ശരീരത്തിന് പോഷകാഹാരം വേണ്ട രീതിയിൽ കഴിച്ചില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ അനീമിക്കാവുമെങ്കിൽ അലർജിക്കാവുമെങ്കിൽ അതിന് ദൈവത്തെ പറയേണ്ട കാര്യമില്ല, സാത്താനെ പറയുന്നത്. എന്നാ ശ്രദ്ധിക്കൂ, നീ കുഞ്ഞിന് പോഷകാഹാരം കൊടുക്കുന്നു, നിന്റെ കുഞ്ഞ് പോഷകാരമുള്ള ആഹാരം കഴിക്കുന്നു, കഴിച്ചു കഴിഞ്ഞിട്ട് രോഗം ഉണ്ടായാൽ വേറെ റിസൾട്ട്സ് ഉണ്ട്. താഴ്ത്തു വരുന്ന പറയും. പ്രിയപ്പെട്ട വിശ്വാസികളെ, കുഞ്ഞുങ്ങൾക്ക് പോഷകാഹാരം, വിറ്റാമിൻസ് ഉള്ള ആഹാരം കൊടുക്കുന്ന ഉത്തരവാദിത്തമാണ്. ക്രിസ്പ് മാത്രം ഇഷ്ടപ്പെടുമ്പോൾ അത് മാത്രം കൊടുത്തിട്ട് രോഗിയായിട്ട് പിന്നെ പ്രാർത്ഥിച്ചാൽ ഫലമില്ല. അതുപോലെ ഞാൻ ചോക്ലേറ്റ് 365 ദിവസം 500 പൗണ്ടിന്റെ ചോക്ലേറ്റ് കഴിക്കുന്ന ഒരു കുട്ടിക്ക് ഡയബറ്റിക് വന്നില്ലേ? അത്ഭുതമുള്ളൂ. ഒന്നും കഴിക്കാത്തവിടെ വരുന്നത് ചോക്ലേറ്റ് തൊടാത്തവരുടെ ഡയബറ്റിക് ഷുഗർ. അപ്പൊ മറ്റുള്ള കാര്യം പറയാനുണ്ട്. ആഹാര വിഷയത്തിൽ നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കുക. ഒരു ആഹാരത്തോട് നിങ്ങൾക്ക് അലർജിക്കാണെങ്കിൽ കർത്താവിന്റെ സ്തോത്രം, അതിനെ അവോയ്ഡ് ചെയ്യുക. കർത്താവിന്റെ സ്തോത്രം. ചിലര് നമ്മൾ അനവസരത്തിൽ ദൈവത്തിന് വചനം ഉപയോഗിക്കാറുണ്ട്. ചില നമ്മൾ പറയാറുണ്ടെന്ന്
സ്വോത്രം ചെയ്തെല്ലാം കഴിക്കാം. എന്നാ പിന്നെ വിചാരിച്ച് സ്വോത്രം ചെയ്ത് മദ്യവും കഴിച്ചപ്പോഴേ സ്വോത്രം ചെയ്തെല്ലാം കഴിക്കാൻ പറയുന്നത് എന്താ അതിന്റെ അർത്ഥം? എന്താണ് അതിന്റെ അർത്ഥം? കർത്താവിന്റെ സ്വോത്രം അതിന്റെ അർത്ഥങ്ങൾ പലതാണ്. അനവസരത്തിൽ ദൈവത്തിന് പറഞ്ഞ് ഉപയോഗിച്ചത് ആരാന്നറിയാം? ആർക്കെങ്കിലും പറയാമോ? പിശാചാണ് യേശുവിന്റെ അടുത്ത് വന്നത്. നീ താഴെയാണ് ദൂതന്മാര്. അത് പൈശാചികമാണ് ആലോചന. ഞാൻ പറഞ്ഞത് അനവസരത്തിൽ ഉപയോഗിക്കരുത്. കർത്താവിന്റെ സ്തോത്രം. ദൈവത്തിന് ഞാൻ പറഞ്ഞത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ ഞാൻ പറയും ആഹാരക്രമം ക്രമപ്പെടുത്തണം. ചുമ്മാ വലിച്ചു വാരി കഴിച്ചിട്ട് സ്തോത്രം അസ്വസ്ഥത ഉണ്ടാകരുതൊക്കെ കർത്താവ്. കുഞ്ഞുങ്ങൾ ചെറുപ്രായം മുതൽ ഒന്നും കഴിക്കാത്തവർക്ക് വളരെ ശ്രമിക്കും. അപ്പം പിന്നെ വലിച്ചു വാരി കഴിച്ച പ്രശ്നം ഉണ്ടാകത്തില്ലേ? കർത്താവിന്റെ സ്തോത്രം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്. കഴിക്കുക എന്നുള്ള ഡയബറ്റിന്റെ കാര്യമൊന്നുമല്ല, ഡയറ്റിന്റെ കാര്യമൊന്നും ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കുക നമ്മുടെ ഉത്തരവാദിത്തമാണ്. ദൈവത്തെ കുറ്റം പറഞ്ഞതുകൊണ്ടോ സാത്താനെ കുറ്റം പറഞ്ഞതുകൊണ്ടോ ഒന്നും കാര്യമായില്ല. നിങ്ങൾ അലർജിക്കായിട്ടുള്ള നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ പ്രോൺ ടു സിക്നസ് ഉണ്ടെങ്കിൽ അത് ടേക്ക് കെയർ ചെയ്യുക നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് ആഹാരമാകട്ടെ, കർത്താവിന്റെ സ്തോത്രം. അത് ഹല്ലേലൂയ. ഏതെങ്കിലും സിറ്റുവേഷൻ ആകട്ടെ, കർത്താവിന്റെ സ്തോത്രം. ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരു പ്രത്യേക സൈഡിൽ തിരിഞ്ഞിടന്നാൽ എപ്പോഴും നിങ്ങൾക്ക് പെടലിക്ക് വേദനയാണെന്ന് വിചാരിക്കുക, അത് പറ്റുന്നില്ലെന്ന് വിചാരിക്കുക. കർത്താവിന്റെ സ്തോത്രം. ബെറ്റർ ആ രീതിയിൽ കിടക്കാതിരിക്കുക. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതൊന്നും ദൈവം സൗഖ്യമാക്കത്തുമില്ല എന്നുള്ളതല്ല. കർത്താവ് ഞാൻ പറഞ്ഞതിന്റെ റീസൺ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സിക്നസ്. അപ്പോൾ ഒരു ചോദ്യം, സാധാരണ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ ദേശത്തുണ്ടാകുന്ന കർത്താവിന്റെ സ്തോത്രം രോഗങ്ങൾ നമ്മെ പിടിക്കുമോ? പിടിക്കും. സ്തോത്രം. ഒരു പട്ടണത്തിൽ സ്തോത്രം ഒരു പ്രത്യേക വൈറൽ പടർന്നു പിടിക്കുന്നു, അത് ദൈവത്തിനെ പിടിക്കുന്നില്ലയോ? പിടിക്കും. നമുക്കുണ്ടാകും. എന്തുകൊണ്ടുണ്ടാകും? ഈ ശരീരം ദ്രവത്തുള്ള ശരീരമാണ്. ഇത് മണ്ണ്, അവന്റെ മണ്ണും എന്റെ മണ്ണും ഒന്ന, അതുകൊണ്ടുണ്ടാകും. കർത്താവിന്റെ സ്തോത്രം. അത് ഞാൻ പറയുമ്പോൾ എന്താണ് ഇതിന് ചെയ്യേണ്ടത്? നമുക്ക് ദൈവം തന്നിരിക്കുന്ന ദൈവീക ജ്ഞാനം ഉപയോഗിക്കണം. കർത്താവിന്റെ സ്തോത്രം. കർത്താവിന്റെ ദാസൻ ഡോക്ടർ മുരളീധർ അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു. എന്റെ മനസ്സിലേക്ക് എക്സാക്ട് ഓർമ്മയിൽ ഇതാണ് ഐഡിയ. അതായത് ഒരു സുനാമി വരുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ ദൈവഭക്തനാണ്. സുനാമി വരുന്നു, വെള്ളം ഇരച്ചു കയറുന്നു എന്നറിഞ്ഞാൽ അവിടെ എല്ലാം സ്വതന്ത്രം വാണിജ്യം കൊടുക്കുവാൻ തുടങ്ങി. ഇവിടുന്ന് എല്ലാവരും രക്ഷപ്പെടണം. ഇദ്ദേഹം സ്വതന്ത്രം പ്രാർത്ഥിച്ചു. ഇദ്ദേഹം കർത്താവേ, എന്നെ സുനാമിയിൽ രക്ഷപ്പെടുത്തണം, എന്നെ ഇവിടുന്ന് വിടുവിക്കണം, കർത്താവെ എന്നെ മുക്കരുത്, എന്നെ വിടുവിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തെന്നറിയാമോ? അപ്പോഴാണ് വാണിജ്യം ഇവിടുന്ന് എല്ലാവരും രക്ഷപ്പെട്ടോണം, ഗവൺമെന്റ് ഒരുക്കിയതായ വണ്ടികളിലൂടെ രക്ഷപ്പെടുവാൻ വണ്ടി വന്നു. അദ്ദേഹം വിചാരിച്ചു സ്വതന്ത്രം അതിനെ അദ്ദേഹം നെഗ്ലക്ട് ചെയ്തു. കാരണം അദ്ദേഹം വിചാരിച്ചെന്താണെന്നറിയാമോ? ദൈവം രക്ഷപ്പെടുത്തുമെന്ന് വിചാരിച്ചപ്പോൾ എന്താ രക്ഷപ്പെടുത്തുന്നത്? മേലിൽ ദൂതന്മാരെല്ലാം വിട്ടാണോ അയക്കുന്നത്? അല്ലെങ്കിൽ ഇവിടുന്ന് സുനാമി മാറ്റുകയാണോ? വെള്ളം അടിച്ചുവിടാൻ തുടങ്ങി. പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വതന്ത്രം ഒരു ബോട്ട് അതുവഴി വന്നു. ആരെങ്കിലും ഉണ്ടോ രക്ഷപ്പെടുവാൻ? സ്വതന്ത്രം വെള്ളം അതിശീഘ്രം കയറുന്നു. കർത്താവിന്റെ സ്വതന്ത്രം. ഇദ്ദേഹം വീടിനകത്തേക്ക് വെള്ളം കയറാൻ തുടങ്ങുന്നു. ബോട്ടിനകത്തിൽ കയറുവാൻ പറഞ്ഞിട്ട് ഇദ്ദേഹം ബോട്ടിൽ കയറിയില്ല. കർത്താവ് ഇദ്ദേഹം വിചാരിച്ചു ദൈവം എന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്തും. വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങി. രസകരമായ കഥയാണെങ്കിലും നിങ്ങൾ അതിന്റെ ഐഡിയ മനസ്സിലാക്കണം. ഹെലികോപ്റ്ററിൽ ഒരു കയറിട്ട് താഴോട്ട് രക്ഷപ്പെടുവാൻ കയറിട്ടിട്ട് ഇറങ്ങില്ല. പിന്നെ കർത്താവെ എന്നെ ഇവിടുന്ന് വിടുവിക്കണം, സുനാമിയെ ശാസിക്കണം, സുനാമിയെ അമർത്തണം. കർത്താവിന്റെ സ്തോത്രം. എന്നിട്ട് സ്തോത്രം നടന്നില്ല. അദ്ദേഹം ഒരു കഥയാണ്. അദ്ദേഹം സ്തോത്രം അദ്ദേഹത്തെ വെള്ളം ഒഴുക്കിക്കൊണ്ടുപോയി മരിച്ചു. സ്വർഗത്തിൽ കയറി, സ്വർഗത്തിൽ ചെന്നു. അതുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് പോകാതിരിക്കത്തില്ലേ? കർത്താവിന്റെ സ്തോത്രം. ദൈവത്തോട് പരാതി പറഞ്ഞു, കർത്താവെ ഞാൻ മുട്ടുമെന്ന് പ്രാർത്ഥിച്ചിട്ടും സുനാമി മാറ്റം പ്രാർത്ഥിച്ചിട്ട് നീ എന്നെ വിടുവിച്ചിട്ട് നീ എന്നെ കൊന്നു കളഞ്ഞല്ലോ, എനിക്ക് ചില കാര്യമൊക്കെ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ ദൈവം പറഞ്ഞു, മകനെ നിന്റെ പ്രാർത്ഥന കേട്ട് ഞാൻ പല വഴികൾ നിനക്ക് വേണ്ടി ഒരുക്കി. ഞാൻ ബോട്ടുകളെ ഒരുക്കി, ഞാൻ ബസ്സിനെ ഒരുക്കി, ഇവൻ ഹെലികോപ്റ്റർ വന്നു. എന്നാൽ ഇതൊന്നും പിടിക്കുവാൻ നീ താല്പര്യം കട്ടില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാ എന്റെ കൂടെ നിന്നെ ചേർത്തുകൊള്ളാമെന്ന്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ദൈവം ഒരുക്കുന്ന വഴികളെന്ന് മനസ്സിലാക്കണം. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന വഴികളെ ദൈവവിചാരത്താൽ മനസ്സിലാക്കണം. നാം വിചാരിക്കുന്ന രീതിയിൽ ദൈവത്തിന്റെ കരം പിടിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കരുത്. പ്രാർത്ഥന എന്നുള്ളത് ദൈവത്തിന്റെ കൈയെ പിടിച്ച് ഒടിച്ചു കളയുന്ന ഒരു സൂത്രമല്ല പ്രാർത്ഥന. പിന്നെയോ പ്രാർത്ഥന എന്നുള്ളത് ദൈവത്തിന്റെ ഇനം തിരിച്ചറിയുന്ന മാധ്യമമാണ് പ്രാർത്ഥന. യഥാർത്ഥ ദൈവത്തിന്റെ പേര് യേശു ക്രിസ്തുവിനെ പോലെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ചു പറഞ്ഞ കർത്താവേ ഈ പാനപാത്രം ഒന്ന് മാറ്റി തരാമോ? പിതാവായ ദൈവം ഞാൻ പറഞ്ഞു, മകനെ ഇത് കുടിക്കാതെ സ്വന്തം മാനവജാതിക്ക് രക്ഷ
മനസ്സിലാക്കേണ്ടതാണ്, നമ്മുടെ ശരീരം ദ്രവത്വമുള്ളതാകിയ നശിക്കുന്നതാകിയ ഈ മണ്ണിൽ നടത്തതാകിയാൽ ഇതിൽ രോഗമുണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ സ്തോത്രം, നമ്മുടെ ഈ ശരീരത്തെ സൂക്ഷിക്കുക നമ്മുടെ ഉത്തരവാദിത്വമാണ്. കർത്താവിന്റെ സ്തോത്രം. ദൈവം ഒരുക്കുന്ന വഴികളെ മുന്നേ നാം മനസ്സിലാക്കുക ദൈവത്തിന്റെ ആഗ്രഹമാണ്. കർത്താവിന്റെ സ്തോത്രം. അപ്പോൾ നിങ്ങൾ പറഞ്ഞ സ്തോത്രം രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇതിൽ സ്വന്തം മനസ്സിലാക്കേണ്ടത് ഈ സംശയത്തില് ലോത്തിന്റെ കഥ നിങ്ങൾ നോക്കണം. ലോത്തിന്റെ കഥ പലരും എടുക്കുന്ന കഥ ഏതാണ്? ലോത്തിനെ ദൈവം വിടുവിച്ചില്ലേ ആ പട്ടണത്തിൽ നാശം വന്നപ്പോൾ. പക്ഷെ നിങ്ങൾ നോക്കണം അവിടെ വ്യത്യാസം. ആ പട്ടണത്തിൽ അതൊരു ന്യായവിധിയായിരുന്നു. നീ ശ്രദ്ധിക്കും, അടുത്ത വളരെ ശ്രദ്ധിക്കണം. ദൈവം ഒരു ദേശത്ത് ന്യായവിധി വഹിക്കുമെങ്കിൽ അവിടെയുള്ള ജനത്തെ ദൈവം സംരക്ഷിക്കുവാൻ വഴികൾ ഒരുക്കും. മുമ്പേ പറഞ്ഞ പോലെ ആ നാശത്തിൽ ആ ന്യായവിധി തന്റെ ജനം പെട്ടുപോകാതിരിക്കുവാൻ ദൈവം മുഖാന്തരങ്ങൾ ഒരുക്കും. ദൈവം ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരും. ദൈവം വഴികളെ ഒരുക്കും. ആ വഴികളെ മനസ്സിലാക്കി അതിലൂടെ കടക്കാനുള്ള ഉത്തരവാദിത്തം നമ്മുടെ ഉത്തരവാദിത്തം. ലോകത്തിന് അബ്രഹാമിന്റെ പ്രാർത്ഥന കേട്ട് ലോകത്തിനെ വിടുവിക്കുവാൻ ദൂതന്മാരെ അയച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണം, ദൂതന്മാരെ അയച്ചിട്ട് പോലും ലോകത്തിന്റെ ഭാര്യ നഷ്ടമായി പോയി. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് ഇമ്പോർട്ടന്റ്. ദൈവം നമ്മളെ ശ്രദ്ധിക്കൂ. ദൂതനെ അയച്ചാലും ഹല്ലേലൂയ, ദൈവീയ ന്യായവിധിയിൽ രക്ഷപ്പെടുത്തുവാൻ ദൂതനെ അയച്ചാലും എന്റെ നിങ്ങളുടെ ചിന്താഗതി മാറ്റിയില്ലെങ്കിൽ ലോകത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിക്കും. നിങ്ങളോട് പറയട്ടെ, കർത്താവിന്റെ സ്തോത്രം. ദൈവത്തിന്റെ വഴിയെ തിരിച്ചറിഞ്ഞ്, ദൈവത്തിന്റെ ആലോചന തിരിച്ചറിഞ്ഞ്, ദൈവ ശബ്ദത്തെ തിരിച്ചറിഞ്ഞ്, ദൈവത്തിന്റെ വഴികളെ മനസ്സിലാക്കി, ദൈവത്തിന്റെ ആലോചനകളെ ഗ്രഹിച്ച്, ദൈവത്തിന്റെ ആലോചനകളെ ഏറ്റെടുക്കാതെ പോയാൽ ദൈവം ഒരു ഉത്തരവാദിയായിരിക്കത്തില്ല. അതായത് ദൈവം ന്യായവിധി അയക്കുന്നത് വേറെയാണ്. പക്ഷെ ആ ന്യായവിധി ഒരു ദേശത്ത് അയച്ചാലും ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ് തന്റെ ഭക്തന്മാരെ വിടുവിക്കാനുള്ളത്. ആ പട്ടണത്തെ ന്യായവിധിക്കാതിരിക്കാൻ പിന്നെയോ ആ പട്ടണത്തെ വിടുവിക്കുക, ആ ന്യായത്തിന്റെ ഭക്തന്മാരെ വിടുവിക്കുക. അതിനു വേണ്ടി ദൈവം അവർക്ക് വേണ്ടി വഴികളെ ഒരുക്കുന്നത്. മറ്റൊന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് കടന്നു വരട്ടെ. മിസ്രൈമിന്റെ അവസ്ഥ എന്താണ് സംഭവിച്ചത്? അതായത് മിസ്രൈമിൽ ഇസ്രായേൽ മക്കൾ പാർത്തപ്പോൾ വ്യാധി വന്നപ്പോൾ ഇങ്ങനെ നാം വായിക്കുന്നു, ഇസ്രായേൽ മക്കളെ ഒന്നും ആ ബാധ ഏശില്ല. ഇസ്രായേൽ മക്കളെ ആ ബാധ ഏശാത്തതിന്റെ കാരണം ദൈവം അവിടെ എന്താ ചെയ്യുന്നറിയാം, മനസ്സിലാക്കണം. അവിടെ എന്തിനായി ബാധകളൊക്കെ അയച്ചതറിയാം? ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാനാണ് പ്ലേഗ് അയച്ചത്. യെസ്. പക്ഷെ അതോടൊപ്പം ഈ ബാധകളൊക്കെ അയച്ചതിന്റെ ഒരു മേജർ പർപ്പസ് എന്താണെന്ന് അറിയാമോ? ദൈവം ആരാണെന്ന് കാണിക്കുവാൻ. In order to display the splendor of God, in order to display the might of God, ദൈവത്തിന്റെ സർവശക്തി സ്വന്തം മിസ്രൈമിലെ ദേവന്മാരുടെ വെളിപ്പെടുത്തുവാനാണ് ദൈവം കാണിച്ചു തീർത്താൽ അത് ചെയ്തത്. അപ്പോൾ അവിടെ ദൈവം ഒരു കാര്യം കൂടി ചെയ്യണമായിരുന്നു. ഇസ്രായേൽ ജനം ആരെന്നും മിസ്രൈമിൽ ആരെന്നും വ്യത്യാസം കാണിക്കണമായിരുന്നു. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഇസ്രായേൽ ഒരു പ്രത്യേക ജാതിയാണെന്നും ഇസ്രായേൽ ഒരു പ്രത്യേക രൂപമാണെന്നും കർത്താവ് ദൈവത്തിന് അവിടെ കാണിക്കണമായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാമോ മിസ്രൈമിൽ പാർത്തപ്പോൾ ഈ ബാധ ഇസ്രായേൽ മക്കളെ സ്വന്തം ബാധിക്കാതിരുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ പ്രിയ സഹോദര സഹോദരി, നീ താമസിക്കുന്ന ഇത് നീ വിശ്വസിച്ചോളൂ, നീ താമസിക്കുന്ന സ്ട്രീറ്റിൽ നീ ഒരു യഥാർത്ഥ വൈദികനായെങ്കിൽ അത് ശ്രദ്ധിക്കണം. മുങ്ങിയെന്ന് പറഞ്ഞ കാര്യമായില്ല, പെന്തക്കോസ്തിൽ എന്തുകൊണ്ടും കാര്യമായില്ല, 25 വർഷമായിട്ട് ഇതിനകത്ത് ഉണ്ടെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ മുക്കിയത് ഏറ്റവും ടോപ്പ് പാസ്, അതുകൊണ്ട് കാര്യമില്ല. നീ യഥാർത്ഥ ദൈവത്തിന്റെ പൈതൽ, നീ യഥാർത്ഥ നീതിമാനാണ് നിന്റെ സ്ട്രീറ്റിൽ. പക്ഷേ ആ സ്ട്രീറ്റിനെ ന്യായം വിധിക്കുവാനും ദൈവം ആരാണെന്ന് അവിടെ ദൈവത്തിന് കാണിച്ചു കൊടുക്കുവാനും ഒരു പ്രത്യേക പദ്ധതിയിലൂടെ ദൈവം ആ സ്ട്രീറ്റിൽ ന്യായം വിധിച്ചാൽ നിന്നെ അത് ബാധിക്കത്തില്ല. ഒരിക്കലും പറയട്ടെ, ദൈവീയ ഉദ്ദേശം എന്തിന്? ആ പ്രത്യേക ഉദ്ദേശത്തിൽ, ആ സ്ട്രീറ്റിൽ, ആ പട്ടണത്തിൽ, ആ പ്രത്യേക റീജിയണിൽ, ആ പ്രത്യേക ഏരിയയിൽ യഥാർത്ഥ ദൈവം ആരെന്ന് കാണിച്ചു കൊടുക്കുവാൻ ദൈവം ഒരു പ്രത്യേക ന്യായവിധി ആ പട്ടണത്തിൽ അയച്ച, ആ സ്ട്രീറ്റിൽ അയച്ച, ആ റീജിയനിൽ അയച്ച നീയും ഞാനും യഥാർത്ഥ ദൈവത്തിന്റെ വഴിയിലെങ്കിൽ അവിടെ അതിനെ ബാധിക്കാതെ ദൈവം സൂക്ഷിക്കുന്നതിന്റെ കാരണം യഥാർത്ഥ ദൈവം ആരാണെന്ന് കാണിച്ചു. അല്ലാതെ
സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സ്വത്രം ബാധകൾ, വൈറസ്, അതുകൊണ്ട് വൈറൽ ഫീവേഴ്സ് അല്ലെങ്കിൽ വൈറൽ എഫക്റ്റുകൾ ഇത് ഉണ്ടെങ്കിൽ ദൈവം തന്നിരിക്കുന്ന ദൈവിക ജ്ഞാനം ഉപയോഗിച്ച് പോവുകയാണ്. കർത്താവിന്റെ സ്തോത്രം. അല്ലാതെ ഞാൻ ഇവിടെ മാറുമെന്ന് വിചാരിച്ചു മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ കർത്താവിന്റെ സ്തോത്രം, അല്ല ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കും, ഞാൻ ഭൂമിയെത്തില്ലെന്ന് പറഞ്ഞാൽ നോ. കർത്താവിന്റെ സ്തോത്രം. ദൈവം തന്നിരിക്കും. ഞാൻ പറഞ്ഞത് ദൈവം പ്രൊട്ടക്ട് ചെയ്യും. എപ്പോൾ? ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി. ദൈവം ആരാണെന്ന് കാണിക്കുക. ദൈവം ന്യായം വഹിക്കുമ്പോൾ നീ ദൈവത്തിന്റെ പൈതലാണെന്ന് കാണിച്ചു കൊടുക്കേണ്ട ദൈവത്തിന് ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ദൈവം ദൈവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് രോഗങ്ങൾ ഉണ്ടാകാം. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമാണ് സൂക്ഷിക്കാന്നുള്ളത്. കർത്താവിന്റെ സ്തോത്രം. പ്രിയപ്പെട്ട വിശ്വാസികളെ, അങ്ങനെയെങ്കിൽ നമ്മൾ സൂക്ഷിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. പാസ്റ്റർ ആയതുകൊണ്ട് അതുകൂടെ പറയട്ടെ, ശ്രദ്ധിക്കണമേ. ഓവർ ഡ്യൂട്ടി ചെയ്ത്, ഓവർ ജോബ് ചെയ്ത് ശരീരത്തെ തകർത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ദൈവ ഉത്തരവാദിയാകില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളതല്ല, നിങ്ങൾ ചെയ്യണം. കർത്താവിന്റെ സ്തോത്രം. ഓവർ ടൈം ജോബും സിക്നസും ദൈവമായിട്ട് ഒരിക്കലൂടെ പറയട്ടെ. കർത്താവിന്റെ സ്തോത്രം. നമ്മൾ 24 മണിക്കൂർ ജോലി ചെയ്യുന്ന നമ്മുടെ ശരീരത്തെ തകർത്ത് കളഞ്ഞ് സ്വന്തം ദൈവം അതിന് ഉത്തരവാദിയല്ല. 7 ദിവസമുള്ള കർത്താവ് ഒരു 8 ദിവസം ഒരാഴ്ചയോടെ എന്ത് നല്ലതായിരുന്നു എന്ന് വിചാരിച്ചാൽ കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ സ്വാഭാവിക അസുഖങ്ങളാണ്. കർത്താവിന് സ്തോത്രം. ഒരു ദേശത്തെ സ്തോത്രം എയർ പൊല്യൂഷൻ നിമിത്തം ഉണ്ടാകുന്ന അസുഖങ്ങൾ സാധാരണ അസുഖങ്ങളാണ്. കർത്താവിന് സ്തോത്രം. വയറിൽ കൊണ്ടുള്ള അസുഖങ്ങൾ സ്വാഭാവിക അസുഖമാണ്. നമ്മുടെ ഈ ശരീരത്തിൽ നാം വസിക്കുന്നിടത്തോളം ദ്രവത്വമായതിനാൽ ഇതൊക്കെ നമ്മെ ബാധിച്ചിരിക്കുന്നു. ഓവർലോഡും സിക്നസും ദൈവമായിട്ട് ബന്ധമില്ല. കർത്താവിന്റെ സ്തോത്രം. അപ്പോൾ നിങ്ങൾക്ക് നടുവേദനയുള്ള ആള് സ്വന്തം 35 കിലോ ഭാരം ചുമന്ന് സ്വന്തം നടുകളഞ്ഞാൽ ദൈവത്തിനുള്ളതല്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, മറന്നു പോകരുത്. കർത്താവിന്റെ സ്തോത്രം. നിങ്ങൾ അനേക മണിക്കൂർ പണിത് സ്തോത്രം നിങ്ങളുടെ ആയുസ് മുഴുവൻ പാഴാക്കി, നിങ്ങളുടെ ആരോഗ്യം മുഴുവൻ കളഞ്ഞ് സുന്ദരമായ സൗദങ്ങൾ ഒഴിക്കാനും ശ്രേഷ്ഠമേറിയ സംവിധാനം ഒഴിക്കാനും നിങ്ങളുടെ തലമുറയ്ക്ക് പോകേണ്ട സമയത്ത് ഔട്ട്ഡേറ്റഡ് ആയി വരും. അവർക്ക് ഇതൊന്നും വേണ്ടി വരത്തില്ല. കർത്താവിന്റെ സ്തോത്രം. സത്യം മറന്നു പോകരുത്. കർത്താവിന്റെ സ്തോത്രം. അധ്വാനിക്കണം, പണം വേണം, ആവശ്യത്തിന് വേണം, അതിനപ്പുറമായി സമ്പാദിക്കുവാൻ ഒരുമ്പെടരുത്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമെന്നാണ് കർത്താവിന്റെ സ്തോത്രം. നമുക്ക് വേണം നമ്മുടെ കാര്യങ്ങൾ സ്തോത്രം ലോകത്തിൽ മാന്യമായി ജീവിക്കണം, കർത്താവിന്റെ സ്തോത്രം. എന്നാൽ കർത്താവിന്റെ സ്തോത്രം ദൈവം നമ്മെ കരുതുന്നുള്ള വിശ്വാസം ഉണ്ടാകണം. നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കണം. രോഗിയായിട്ട് വരുമ്പോൾ ജോലി ചെയ്യുവാനായിട്ട് ഒരു രോഗിയാണെങ്കിൽ ജോലി ചെയ്ത് 5 ദിവസം ജോലി ചെയ്ത് 15 ദിവസം രോഗിയെ കിടക്കുന്നതിന് നല്ലതല്ലേ? കർത്താവിന്റെ സ്തോത്രം. ഒരു ദിവസം രോഗിയാണെങ്കിൽ ചെയ്യാതിരിക്കാം. നീ ദൈവഹിത പ്രകാരമാണ് ഈ ദേശത്ത് കടന്നു വന്നെങ്കിൽ, ദൈവത്തിന്റെ ആലോചന പ്രകാരമാണ് നീ ദേശത്ത് കടന്നു വന്നെങ്കിൽ, എന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞിട്ട് ദൈവത്തിന്റെ ആലോചനയാണ് നിന്നെ നയിക്കുന്നെങ്കിൽ സ്വന്തം ദൈവത്തിനറിയാം ആരോട് സംസാരിക്കണമെന്ന്. നിന്റെ ലാൻഡ് ലോഡ് ആരുമാകട്ടെ, നിനക്ക് റെന്റ് കൊടുക്കുവാൻ സമയമില്ലായിട്ട് പൈസ ഇല്ലെങ്കിൽ ഇന്ന് രാത്രികാലം എന്റെ അനുഭവത്തിൽ പറയുന്നു, ദൈവത്തിന്റെ ഹിതപ്രകാരം മൂവ് ചെയ്യുന്ന ദൈവത്തിന്റെ വൈദ്യരെ നിനക്ക് വേണ്ടിയുള്ളത് സംസാരിക്കേണ്ട ആരാണെന്ന് സംസാരിക്കുവാൻ അറിയാവുന്ന ഒരു ദൈവം. ഞാൻ വാക്കുകൾ നിർത്തട്ടെ. ഞാൻ സിഗ്നസിലൂടെ, ഞാൻ ആ കഷ്ടതയിലൂടെ, ആ അനുഭവത്തിലൂടെ പറഞ്ഞു വന്നേ ഉള്ളൂ. ദൈവത്തിന്റെ ഹിതപ്രകാരം യാത്ര ദൈവത്തിന്റെ പൈതൽ. ഞാൻ പറഞ്ഞതാണ് നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ ശരീരത്തെ ടേക്ക് ചെയ്യുക. സഹോദരി സഹോദരന്മാരെ, ശരീരത്തെ ടേക്ക് ചെയ്യണം, ബോഡി കാത്തുസൂക്ഷിക്കണം. ദൈവം തന്നിരിക്കുന്ന ജോലി വിശ്വസ്തയോടെ ചെയ്യണം. ആരോഗ്യത്തോടെ ബലത്തോടെ ഹല്ലേലൂയ കർത്താവിനെ സേവിക്കണം. മുഴുവനത്തോടെ ദൈവത്തെ സേവിക്കണം. ദൈവത്തെ സേവിക്കുന്നതിന് കഞ്ചൂസ് കാണിക്കരുത്, സ്തുതിക്കുന്നതിന് കഞ്ചൂസ് കാണിക്കരുത്. എത്ര ശബ്ദം ഉയർത്തി സ്തുതിച്ചാലും മതി വരരുത്. ആര് സ്തുതിച്ചില്ല ദൈവത്തെ സ്തുതിക്കണം. അങ്ങനെയുള്ള ഞാൻ ദൈവത്തെ സ്തുതിക്കായിരിക്കും. നിങ്ങളെല്ലാം കൈകെട്ടിയിരുന്നാലും എനിക്ക് കൈകെട്ടിരിക്കും വെച്ചപ്പോ നിങ്ങളെല്ലാവരും സ്വന്തം മൗനമായിരുന്നാലും എനിക്ക് മൗനമായിരിക്കുമോ? എന്റെ അനുഭവമാണ്. കഥ എഴുതുവാൻ, പുസ്തകം എഴുതുവാനുള്ള അനുഭവങ്ങൾ ദൈവത്തിന്റെ കരുതലുകളുടെ, ദൈവത്തിന്റെ പ്രവൃത്തികളുടെ എനിക്ക് മൗനമായിരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പെന്തക്കോസ്ത് തിയോളജിയുടെ പ്രത്യേകത. ഇറ്റ്സ് എ തിയോളജി ഓഫ് എക്സ്പീരിയൻസ്. പെന്തക്കോസ്തിന്റെ പ്രത്യേകത, പെന്തക്കോസ്ത് ദൈവ